സെപ്റ്റംബർ 28 ശനിയാഴ്ച. ലൂക്ക 9:43 മുതൽ 45 വരെ വാക്യങ്ങൾ. ഓസ്ട്രിയ, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളിൽ 7000-ലധികം ആളുകളിൽ നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം മക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റുകളുടെയും ഷെൽ ഓയിലിൻ്റെയും ലോഗോകൾ ക്രിസ്ത്യൻ കുരിശിനേക്കാൾ ലോകമെമ്പാടും എളുപ്പത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു സ്പോർട്സ് മാർക്കറ്റിംഗ് ഗവേഷണ സ്ഥാപനമാണ് ഈ സർവേ നടത്തിയത്. മക്ഡൊണാൾഡിൻ്റെയും ഷെൽ ഓയിലിൻ്റെയും ലോഗോസ് 88% ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ കുരിശ് കൃത്യമായി തിരിച്ചറിഞ്ഞത് 54% മാത്രമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. മനുഷ്യപുത്രനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. വിശുദ്ധ ലൂക്ക എഴുതുന്നു, ശിഷ്യന്മാർക്ക് ഈ വാക്ക് മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകാത്ത വിധം അവരിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരുന്നു. എന്താണ് യേശു അർത്ഥമാക്കുന്നതെന്ന് യേശുവിനോട് ചോദിക്കാനും അവർ ഭയപ്പെട്ടു. യേശു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കഷ്ടപ്പാടും പീഡകളും സഹിക്കേണ്ടി വരും. അവൻ്റെ കഷ്ടപ്പാടുകളും മരണവും അവൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ശിഷ്യരെയും മാത്രമല്ല, ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയും ചെയ്യും. ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിനോട് ചോദിക്കാൻ നാം ഭയപ്പെടരുത്. അവൻ നമ്മുടെ രക്ഷകനാണ്. നാം അവൻ്റെ സുഹൃത്തുക്കളാകാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് അവനോട് എന്തും ചോദിക്കാം. എന്നിരുന്നാലും നല്ല വ്യക്തമായ ഒരു ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ കാത്തിരിക്കണം. തക്ക സമയത്ത് അവൻ നമ്മുടെ അസ്തിത്വത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. അത് ഒരുപക്ഷെ മറിഞ്ഞിരിക്കുകയും ഒരു നിഗൂഢതയായി തുടരുകയും ചെയ്യുന്നെങ്കിൽ അത് നമുക്കറിയാൻ പാടില്ലാത്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവിക ജ്ഞാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ വിജയകരമായ യാത്രയ്ക്ക് നമ്മൾ എന്താണ് അറിയേണ്ടത് എന്ന് യേശുവിനറിയാം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിനു വേണ്ടി യേശുവിനോടുകൂടെ കഷ്ടപ്പെടാനുള്ള കൃപയ്ക്കായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. അതുപോലെ ജ്ഞാനത്തിനും പ്രബുദ്ധതയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മോട് പറയുന്നത് ശ്രവിക്കാൻ നമുക്ക് നമ്മുടെ കാതുകൾ തുറന്നിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.